ഒരു രാജാവിന് രാജ്യനിയമങ്ങൾ അറിയാവുന്ന പ്രജകളുണ്ടായിരിക്കണം. എന്നാൽ നിന്റെ എല്ലാ നിയമങ്ങളും ആധ്യാത്മികമാണല്ലോ. നീ പറഞ്ഞത് ശരിയാണ് ഹെർമാസേ, അവയെല്ലാം ആധ്യാത്മികമാണ്. എനിക്ക് ആധ്യാത്മികമായ ഒരു രാജ്യമാണുള്ളത്. തന്നിമിത്തം ആധ്യാത്മികമായ ഒരു നിയമസംഹിതയാണ് എനിക്കുള്ളത്. ഇസ്രായേലിന്റെ പുനർനിർമ്മാണം അപ്പോൾ എങ്ങനെ? ഇസ്രായേൽ എന്നതിന്റെ മാനുഷിക അർത്ഥം മാത്രം മനസ്സിലാക്കുന്നത് തെറ്റാണ്. പലർക്കും ഉള്ള ഒരു തെറ്റാണത്. അതിൽ വീഴാതെ സൂക്ഷിച്ചുകൊള്ളണം. ഇസ്രായേൽ എന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ ജനം എന്നാണ്. ഈ ദൈവജനത്തിന്റെ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും ശക്തിയും ഞാൻ പുനഃസ്ഥാപിക്കും. രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ, നിത്യസത്യങ്ങളിൽ ജ്ഞാനമുള്ളവരെ സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാണ് ഞാൻ ഇത് സാധിക്കുന്നത്.